ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹർഷാസ് വ്ളോഗ്. അപ്പോൾ ഇന്ന് നമുക്കൊരു നാടൻ ഭക്ഷണം ഉണ്ടാക്കിയാലോ. ഞാൻ ഇന്ന് മെഴുക്ക് വരട്ടാമെന്ന് വിചാരിച്ചു. സോ അതിന് ലേഡീസ് ഫിംഗർ കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു തരം ചീര കേട്ടോ. ഇത് നാട്ടിൽ നിന്ന് മമ്മിയുടെ ഫ്രണ്ട് കൊടുത്തതാണ്. അപ്പോൾ ആൻറ്റി, തുളസി ആൻറ്റി എന്ന് പറയും. അപ്പോൾ ആൻറ്റി കൊടുത്തത്. അപ്പോൾ മമ്മി എനിക്ക് കുറച്ചും തന്നു, നീ ഇത് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ട്, ഇത് സാധാരണ നമ്മൾ പൊപ്പുസാറൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ തന്നെയാണ് ഇത് ഉണ്ടാക്കേണ്ടത്. അതിന് ഞാൻ കുറച്ച് പരിപ്പെടുത്തിട്ടുണ്ട്. പരിപ്പെടുത്ത് നമ്മൾ വെള്ളത്തിലൊന്ന് കുറച്ച് നേരം കുതിർത്ത് വയ്ക്കുക. അപ്പോൾ ഇതിന് നമ്മൾ സെയിം പപ്പുസാറിന് എന്തൊക്കെയാണ് നമ്മളിടുക, ഉള്ളി അരിഞ്ഞ് വയ്ക്കുക, പച്ചമുളക്, ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. മീൻ വയൽ നമ്മുടെ വെണ്ടയ്ക്ക നമുക്കൊന്ന് മെഴുക്ക് വരണം. അതിന് ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ നോർമൽ പാൻ നിങ്ങൾക്കൊക്കെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമ്മൾ കടുകിടുക. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്. ഞാൻ എപ്പോഴും എന്താണെന്ന് പറയാം, ഫസ്റ്റ് തന്നെ ഉപ്പിടും. സോ ദാറ്റ് ഈ എണ്ണയ്ക്കകത്തൊന്ന് പിടിച്ച് വരുമ്പോഴത്തേക്ക് എല്ലാത്തിനും പെട്ടെന്ന് തന്നെ അത് കയറി പിടിക്കുന്നതായിരിക്കും. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻ അതിലേക്ക് ആഡ് ചെയ്യുന്നു. പിന്നെ നമ്മൾ കുറച്ച് വറ്റൽ മുളകും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ ഫ്ലേവർ ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വറ്റൽ മുളക് ഈ മെഴുക്ക് പുരട്ടിക്കകത്ത് നല്ല രസമാണ്. ഞാൻ പച്ചമുളക് ആഡ് ചെയ്യുന്നില്ല, വറ്റൽ മുളകും. പിന്നെ അതിനകത്ത് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ വെണ്ടയ്ക്ക അതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റണം. ഞാൻ കുറച്ച് ജീരകവും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ആൻഡ് ദെൻ ഇത് എല്ലാം നന്നായിട്ട് ആ ലേഡീസ് ഫിംഗറിലേക്ക് പിടിക്കുന്നവരെ നമ്മൾ ഇളക്കി കൊടുക്കണം. അത് നന്നായിട്ടൊന്ന് എല്ലാം പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ്. സോ ഇത് നല്ല ടേസ്റ്റാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ ഇറ്റ് വിൽ ബി വെരി ടേസ്റ്റി. അപ്പോൾ എല്ലാവരും ഈ ഒരു മെഴുക്ക് പുരട്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മീൻ വയൽ നമുക്ക് നമ്മുടെ പപ്പുസാർ റെഡിയാക്കണ്ടേ. അപ്പം ഞാൻ പരിപ്പ് കുതിർത്ത് വെച്ചത് ഞാൻ കുക്കറിലാണ് ഇട്ടിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, പിന്നെ ഞാൻ അതിനകത്ത് കുറച്ച് തക്കാളി, പിന്നെ കറിവേപ്പില, കുറച്ച് എന്താ പറയുക, ഗാർലിക്കും കൂടെ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ മെഴുക്ക് പുരട്ടി ഒന്ന് നോക്കാം. ഓൾമോസ്റ്റ് ഇങ്ങനെ വാടി വരുന്നുണ്ട്. ആൻഡ് കുറച്ചും കൂടെ നേരം ഇത് വെച്ച് കഴിഞ്ഞാൽ മെഴുക്ക് പുരട്ടി വിൽ ബി റെഡി. ഓക്കെ. ആൻഡ് ഇനി നമ്മൾ അടുത്ത പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എൻ്റെ സെയിം പാൻ തന്നെ വെച്ചിട്ട് അതിനകത്ത് നമ്മൾ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് കടുകിടുക. ആൻഡ് ദെൻ അത് കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക്, എനിക്കാണെങ്കിൽ സാധാരണ എപ്പോഴും മഹേശ്വരൻ എന്നോട് പറയും, കടുകിടുമ്പോൾ നമ്മൾ കുറച്ച് എണ്ണ തിളച്ച് കഴിയുമ്പോഴേ കടുകിടാവുള്ളൂ, അല്ലെങ്കിൽ അത് പൊട്ടത്തില്ല. പക്ഷേ എനിക്ക് എന്താണെന്നറിയത്തില്ല, ക്ഷമയെന്ന് പറയുന്ന സംഭവമില്ല. എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എനിക്ക് കടുകിടണം. പിന്നെ അതിന് വേണ്ടി കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതങ്ങനെ പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ വറ്റൽ മുളക് അതിനകത്ത് ആഡ് ചെയ്യാം. കുറച്ച് കറിവേപ്പില അതിലേക്ക് ആഡ് ചെയ്യാം. ആൻഡ് ദെൻ ഞാൻ കുറച്ച് ജീരകവും, ഇതിൻ്റെ പപ്പുസാറിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ജീരകമാണ് കേട്ടോ. ആൻഡ് ദെൻ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ആൻഡ് കുരുമുളക് പൊടി, ഉള്ളി, ഇതും പിന്നെ ഞാനൊരു പച്ചമുളകും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് വഴറ്റണം. ആ വഴറ്റി ഇങ്ങനെ നന്നായിട്ട് ഇതായി വരുമ്പോഴത്തേക്ക് നമുക്ക് ചീരയിൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയും അതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വാടുന്ന വരെ ഒന്ന് സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഒരു ഭാഗത്ത് അവിടെ പരിപ്പും തക്കാളിയും ഉള്ളി അതെല്ലാം കൂടി ഇങ്ങനെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം മീൻ വയലാണ് ഞാൻ ഇതിലേക്ക് ഇതൊന്ന് വഴറ്റിയിട്ട് നമുക്ക് പിന്നെ അതിലേക്ക് ആഡ് ചെയ്തിട്ട് പിന്നെ വിസിലടുപ്പിച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഗുഡ്. അപ്പോൾ ഇത് നന്നായിട്ട്, എനിക്ക് ഈ ചീരനെ കുറിച്ച് അറിയത്തില്ല എൻ്റെ ടെക്സ്ചർ. അപ്പം ഞാൻ നമ്മുടെ മറ്റേ ചീരയൊക്കെ ആകുമ്പോൾ അങ്ങനെ അങ്ങ് ഇട്ടാൽ മതി. അപ്പോൾ ഇതിന് ഞാൻ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഈ കൂട്ടിലേക്ക് ഞാൻ ആഡ് ചെയ്യുകയാണ്. എന്നിട്ടൊരു എന്താ പറയുക, ഒരു 5-6 വിസിൽ വരുന്നവരെ നമ്മൾ വയ്ക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ നമ്മുടെ പപ്പുസാർ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് കുറച്ച് മുട്ടത്തോരനും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്, കുറച്ച് അച്ചാറും. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി ഞാൻ അങ്ങോട്ട് കഴിക്കുകയാണ്. ഇതാണ് എൻ്റെ ഫുഡ്. അപ്പോൾ നിങ്ങളെന്താണ് ലഞ്ചിന് കഴിച്ചിരിക്കുന്നത്? പ്ലീസ് ഡു കമൻറ്റ് ഇൻ ദ കമൻറ്റ് ബോക്സ്. ആരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. ബൈ.